കേന്ദ്ര സർവീസ് ജോലി കിട്ടുമ്പോൾ ഒരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ പേടിച്ച് ഉണ്ടാക്കിയ ഒരു വെരിഫിക്കേഷനാണ്. ആൾ കമ്മ്യൂണിസ്റ്റോ നക്സലേറ്റോ ആണെന്ന് എഴുതിയാൽ ജോലി കിട്ടില്ല. അതുകൊണ്ട് ജീവിതം പോരാട്ടമാക്കിയ ഒരു മനുഷ്യൻ്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് ബന്ധം ആരോപിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരെ 5 പതിറ്റാണ്ട് നീണ്ട നിയമപോരാട്ടം നടത്തിയ മുംബൈയിലെ വിജയരാഘവൻ വിടവാങ്ങി എന്ന വാർത്ത ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കരസേനയിൽ നിന്നും തപാൽ വകുപ്പിൽ നിന്നും അന്യായമായി പിരിച്ചുവിട്ടതിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം. ആ നിയമ പോരാട്ടം തുറന്നുപോയി. പോലീസ് വെരിഫിക്കേഷൻ ആക്ടിലെ കാടൻ നിയമങ്ങൾ കോടതി റദ്ദാക്കി കളഞ്ഞു. അതെല്ലാം രാഘവൻ്റെ പോരാട്ടമായിരുന്നു. എന്നാൽ വിജയരാഘവന് മാത്രം പക്ഷേ നീതി കിട്ടിയില്ല. നീതിക്കായി ഇനിയും കാത്തു നിൽക്കാനില്ല. നീതി നിഷേധത്തിന്റെ പ്രതീകമായി രാഘവൻ യാത്രയായി. 1969 19-ാം വയസ്സിൽ കരസേനയിൽ ജോലിക്ക് കയറിയതാണ്. മുൻപുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ബന്ധം ആരോപിച്ച് 2 വർഷത്തിനകം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കരസേനയിൽ നിന്നുള്ള ശുപാർശ പ്രകാരം പിന്നീട് മുംബൈയിൽ തപാൽ വകുപ്പിൽ ജോലി ശരിയായതാണ്. അവിടെയും 1 വർഷം തികയും മുമ്പ് ഇതേ കാരണം പറഞ്ഞ് പിരിച്ചുവിട്ടു. പോലീസ് വെരിഫിക്കേഷൻ ആക്ടിലെ കർശന വകുപ്പുകൾ പ്രകാരം അക്കാലത്ത് ജോലി പോയ നിരവധി കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാൾ. പക്ഷേ പിന്നീട് കണ്ടത് ജീവിതം അപ്പാടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഒരു മനുഷ്യൻ ഒഴിഞ്ഞു വെക്കുന്നതാണ്. ഒന്നുമില്ല, അവർക്ക് കിട്ടുന്ന പൈസ പേപ്പർ ഉണ്ടാക്കുക, ദില്ലി പോവുക, മന്ത്രിമാരെ കാണുക, ഞങ്ങളത് ചെയ്യാം, ഞങ്ങളിത് ചെയ്യും, അവരിങ്ങനെ പറയും. ഞാനും 2 തവണ 3 തവണ പോയതാണ് ദില്ലിയിൽ. കിട്ടും എന്നുള്ള പ്രതീക്ഷയിലുള്ള പൈസ മുഴുവൻ അതിനു വേണ്ടി ചിലവാക്കി. ഞാൻ ഈ തയ്യൽക്കുന്നുണ്ടല്ലോ. കോടതി വ്യവഹാരം മാത്രമായിരുന്നു പിന്നീടുള്ള ജീവിതം. ഇന്ദിരാഗാന്ധി മുതൽ നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിമാർക്ക് നിവേദനങ്ങൾ നൽകി. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടം. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് പ്രതീക്ഷ നൽകിയ ചില നടപടികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായത്. പക്ഷെ പിന്നാലെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ പ്രതീക്ഷ പെട്ടെന്നണഞ്ഞു. സാമ്പത്തികമായി ഞെരുങ്ങിയപ്പോഴും നീതി നിഷേധത്തിൽ രാഘവന്റെ മനസ്സ് പുകഞ്ഞു. ആരോപിക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് ബന്ധമായിരുന്നെങ്കിലും സഹായിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരുമുണ്ടായില്ല എന്ന് ഭാര്യ പറയുന്നു. തീരെ നടക്കാൻ പറ്റാണ്ടായെന്ന വരെ പോയി ദില്ലിയിൽ പോയിട്ടുണ്ട്. ആരും ഒന്നും ചെയ്തില്ല. പിന്നെ ഇവിടുത്തെ മലയാളി സമാജംകാർ അല്ലാണ്ട് വേറെ ആരൊന്നും ചെയ്തില്ല. ഞങ്ങൾ കുടുംബക്കാർ തീരെയില്ല. തീർത്തും അവശനായി കിടപ്പിലാകും വരെ കോടതി വ്യവഹാരങ്ങൾ മാത്രമായിരുന്നു ജീവിതം. ഒടുവിൽ ആ പോരാട്ടം ഇങ്ങനെ അവസാനിക്കുന്നു. ഫയൽ കൂമ്പാരങ്ങൾ വീട്ടിൽ ബാക്കിയാക്കി രാഘവൻ യാത്രയായി. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.